ഞാൻ ഇന്നലെ ഇട്ടിട്ടുള്ള വീഡിയോനെ ന്യായീകരിക്കാനോ അലക്കി വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ഒന്നുമല്ലേ വീഡിയോ ചെയ്യുന്നത്. എനിക്ക് തിരുമേനിയോട് സ്വകാര്യമായിട്ട് അല്പം സംസാരിക്കാനാണ്. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. ഒരിക്കലും ഡൽഹി പ്രൊട്ടസ്റ്റേഴ്സിനെ കളിയാക്കിയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നില്ല അത്. ഞാൻ ഇവിടെ മോല് കണ്ടോ, ഇതാ ഹൈലൈറ്റ്. I'm going for the protest today and let's see what's in my bag. Pesa, koda, cap. സഹിക്കുന്നില്ല, അതുകൊണ്ട് പറയുന്നതാണ്. അവിടെ ഡൽഹിയിൽ നടക്കുന്നത് റെഡ് കാർപ്പറ്റ് അല്ല. ചേട്ടായി കൂടുതൽ നമ്പർ മറക്കണ്ട, ഞങ്ങൾ തന്നതേ ചോറ് തന്നെയാ. നീ എന്തിനാ ചെയ്തതെന്ന് മാത്രം പറഞ്ഞാൽ മതി. Sunscreen jacket for sure, sunglasses, തണ്ണി, pepper spray. പോലീസുകാരുടെ ലാത്തി ചാർജും കൊണ്ട് ഭക്ഷണവും വെള്ളവും ഇല്ലാതെ ആളുകൾ അവിടെ പോരാടിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ എന്നെക്കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. എന്തൊക്കെയാ നീ ഇവിടെ കാണിച്ചത്? Just in case. It's definitely going to be a peaceful protest. Just in case. Self-protection is not a harm. Bye. ഗെറ്റ് റെഡി വിത്ത് മീയും വാട്ട്സ് ഇൻ മൈ പ്രൊട്ടസ്റ്റ് ബാഗും ഈ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷമുള്ള ചില ഏടാകൂടങ്ങളല്ലേ വയറിലാവുന്ന ഇപ്പൊ ചിലത് വയറ്റുപഴപ്പ്. സൺപ്രൂഫ് ജാക്കറ്റ് ഒക്കെ ഇട്ട് പോവാൻ വേണ്ടി അത് റെഡ് കാർപ്പറ്റ് ആണോ? എനിക്ക് മനസ്സിലാവുന്നില്ല. ചേട്ടാ, ഇത് വലിയ ശല്യമായല്ലോ. തനിക്ക് വേറെ ഒരു ജോലിയില്ലേ? നമ്മുടെ ഒരു പ്രധാന ജോലി ഇതാണ്. ഇതിനൊക്കെ എല്ലാം നമ്മൾ ഇങ്ങനെ കോണ്ടന്റ് ആക്കേണ്ട ആവശ്യമില്ല. എല്ലാത്തിലും കോണ്ടന്റ്. കുറച്ചുകൂടെ ഔചിത്യത്തോടു കൂടി പെരുമാറിക്കൂടെ? ഇങ്ങനെയൊക്കെയാണ് ഒരു കാണിക്കാനുള്ള വൈറൽ വീഡിയോ ആണ് ഇപ്പോഴത്തെ വൈറ്റിപ്പഴം. ജൂം വീഡിയോസ് ഉണ്ടാക്കുന്നു, യൂട്യൂബിൽ എന്റെ ഹോൾഡ് ഉപയോഗിച്ച് ഹിറ്റാക്കി ക്യാഷ് ഇട്ടു. ഈ റീച്ചിന് വേണ്ടിയിട്ടാണോ ഇത് ഈ ഒരു സപ്പോർട്ട് ചെയ്യുന്നത്? മനസ്സിലാവാത്തോണ്ട് ചോദിക്കണം. അതിന്റെ ഇടയിൽ പോയിട്ട് ഗെറ്റ് റെഡി ചെയ്യാനും ഫുൾ ഓൺ മേക്കപ്പില് ഫോട്ടോഷൂട്ട് നടത്തുന്നത് പോലെ. നല്ല കുടുംബത്തിൽ പറഞ്ഞവരാരും ഈ നാറി കുടുംബത്തെ പറ്റി പറഞ്ഞ അടിച്ചതിന്റെ പല്യൻ ഇനിയും പറയും. ചിരിച്ച് സ്ലോഗനും പിടിച്ചിട്ട് പോസ്റ്റ് ചെയ്ത് നിൽക്കുന്ന കുറെ ഇൻഫ്ലുവൻസേഴ്സിനെ കാണുമ്പോൾ എനിക്ക് പുച്ഛം തോന്നുന്നുണ്ട്. ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശാണ്. ഇതാണോ ഇൻഫ്ലുവൻസിങ്? ഇവരെയാണോ ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നത്? സർക്കാസ്റ്റിക് രീതിയിൽ ഗവൺമെന്റിനെ കളിയാക്കുന്ന പോലത്തെ ഒരു വീഡിയോ ആയിരുന്നു. ഞാനും അത്ര തന്നെ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അത്ര പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാനുള്ള ബുദ്ധി അതിനുണ്ടോടാ. പിന്നെ ഞാൻ 2-3 ഫീമെയിൽ ക്രിയേറ്റേഴ്സിന്റെ വീഡിയോ കണ്ടു. ഇതുവരെ ഈ സംഭവത്തിനെ പറ്റി ഒരു സ്റ്റോറി പോലും ഒന്നും പ്രതികരിക്കാത്ത ആൾക്കാർ. നമ്മുടെ എറണാകുളത്ത് തന്നെ മഹാരാജാസ് കോളേജിൽ പ്രൊട്ടസ്റ്റ് നടന്നിട്ടുണ്ടായിരുന്നു. കാലിക്കറ്റ് ബീച്ചിൽ പ്രൊട്ടസ്റ്റ് നടന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്നലെ കളഞ്ഞു പോയ ഒരു സാധനം തപ്പുമായിരുന്നു. നമ്മുടെ സ്വന്തം നാട്ടിൽ തന്നെ അവിടെ ഇവിടെ ഒരുപാട് സ്ഥലത്ത് പ്രൊട്ടസ്റ്റ് നടന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ പ്രതികരിച്ച ഒരുപാട് ഫീമെയിൽ ക്രിയേറ്റേഴ്സിലൊന്നും കൂടി പോലും അവിടെ ഒന്നും കണ്ടില്ലല്ലോ. എന്താ ഉറക്കം വരുന്നു? ആ നിങ്ങളാണോ വെയിലും മഴയും നോക്കാണ്ട് രാവിലെ ഉച്ചയ്ക്കും പാരസെറ്റമോളും മെഫ്താലും കഴിച്ച് ഇന്നലെ പ്രൊട്ടസ്റ്റ് ഇറങ്ങി എന്നെ കുറ്റം പറയുന്നത്? നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി.